ഈ പ്രഗ്നൻസി എന്ന് പറഞ്ഞ ഗർഭം ഒരിക്കലും ഒരു അസുഖമല്ല. നിങ്ങളെല്ലാവരും നോർമലാണ്. ദൈവം തന്ന ഏറ്റവും നല്ല ഗിഫ്റ്റാണ് നിങ്ങൾക്കൊരു അമ്മയാവാൻ. അപ്പോൾ അതൊരു അസുഖമായിട്ട് കണക്കാക്കണ്ട. ആദ്യത്തെ മാസങ്ങൾ ചില ആൾക്കാർക്ക് ഛർദി ഉണ്ടാവും. അയ്യോ അവൾക്ക് ഛർദി അധികം ഉണ്ടായിരുന്നില്ല, എനിക്ക് ഭയങ്കര ഛർദി, എനിക്കെന്തോ പ്രശ്നമുണ്ട്. ഇതൊന്നുമില്ല. ഛർദി ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഗർഭം ഒരിക്കലും ഒരു അസുഖമല്ല, അത് അസുഖമായിട്ട് കണക്കാക്കണ്ട. ചില ആൾക്കാർക്ക് ഗർഭകാലത്ത് ഷുഗർ വരും, പ്രഷർ വരും, തൈറോയ്ഡ് വരും, അതാണ് അസുഖം. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ നമ്മൾ എടുക്കുമ്പോൾ വീണ്ടും നിങ്ങളെ നോർമലാക്കാനാണ്. എന്തെല്ലാം കഴിക്കാമെന്ന് മാഡം പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം കഴിക്കുമ്പോൾ നന്നായി പാചകം ചെയ്ത് കഴിക്കുക, നന്നായി വേവിച്ച് കഴിക്കുക. മീൻ കഴിക്കുമ്പോൾ നമുക്ക് ഇവിടെ എവിടെയും മീനിൻ്റെ ഒരു പെട്ടെന്ന് കിട്ടുന്ന ഒരു അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് കുറേ ദൂരെ നിന്നാണ് നമ്മുടെ മീൻ വരുന്നത്. അപ്പോൾ മീൻ നിൽക്കാൻ വേണ്ടി കുറേ മരുന്നുകൾ അടിച്ചിട്ടാണ് മീൻ വരുന്നത്. അപ്പോൾ നന്നായി കഴുകി നന്നായി വൃത്തിയായിട്ട് കുക്ക് ചെയ്തിട്ട് വേണം കഴിക്കാൻ. കാരണം മീൻ കഴിക്കുമ്പോൾ മിക്ക പേഷ്യൻസും വരുന്നുണ്ട്, വയറിളക്കം, ഛർദി അതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ കുറേ പേഷ്യൻസ്, ഈ ഗർഭിണികൾക്ക് എല്ലാ പ്രാവശ്യവും ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ ഗ്യാസ് ഉണ്ടാവുന്ന ആ സമയത്ത് അതിൻ്റെ കൂടെ നിങ്ങളൊരു കല്യാണത്തിന് പോകുമ്പോൾ നന്നായിട്ട് നിങ്ങൾ ചോറും ബിരിയാണിയും കഴിക്കും. കല്യാണങ്ങളിൽ പോകുമ്പോൾ ബിരിയാണി കഴിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് വയറിളക്കോ ഗ്യാസ് കൂടും. കാരണം നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ ചോറ് കഴിക്കൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ചെറുതായിട്ട് പൊടി കഴിക്കും. കാരണം കേറ്ററിംഗ് ആൾക്കാർക്ക് കുറച്ചും കൂടി ലാഭം കിട്ടാനാണ്. ചോറ് കഴിച്ചാൽ അവർക്ക് കുറച്ചും കൂടി അളവുകൾ കുറച്ചുണ്ടാക്കിയാൽ മതി. അപ്പോൾ ഒരു പൊടി ഇടുമ്പോൾ അത് നിങ്ങൾക്ക് ചെറുതായി ഗ്യാസ് ഉണ്ടാക്കും. കല്യാണത്തിന് പോയി ചോറ് കഴിക്കണ്ടെന്നല്ല പറഞ്ഞാൽ കഴിച്ചോളൂ, പക്ഷെ മയത്ത് കഴിക്കുക. എങ്ങനെ ഇരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു. ഇനി ബന്ധപ്പെടാൻ പറ്റുമോ? പ്രഗ്നൻസി സമയത്ത് ഭർത്താവ് ഗൾഫിൽ നിന്ന് ഒരു മാസത്തിന് വരുന്നു, ബന്ധപ്പെടാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങൾ കുറേ പേർക്കുണ്ടാവും. ബന്ധപ്പെടാൻ പറ്റും. പക്ഷേ താഴെയുള്ള പേഷ്യൻസ്, വളർച്ചക്കുറവുള്ള പേഷ്യൻസ്, ആദ്യത്തെ മാസങ്ങൾ ബ്ലീഡിങ് ഉണ്ടായിരുന്നു, അതേപോലെ നിങ്ങൾക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഗർഭപാത്രം തുറന്നു വരുന്നുണ്ടായിരുന്നു, നിങ്ങളെ കട്ടിൽ പൊന്തിച്ച് കിടക്കണ പേഷ്യൻസാണ്, ഇവർ ബന്ധപ്പെടാൻ പാടില്ല. എല്ലാവരും നല്ല വൃത്തിയായിട്ട് കുളിച്ച് വൃത്തിയായിട്ട് ഡ്രസ്സുകൾ ഇടണം. അടിവസ്ത്രങ്ങൾ നന്നായി ചൂടുവെള്ളത്തിൽ കോട്ടൺ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കണം. കാരണം നിങ്ങൾക്ക് എപ്പോഴും നമുക്ക് കുറച്ച് വയറ് കൂടും, തൊടേൻ്റെ സൈഡിൽ തടി കൂടും. അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ പഴുപ്പുകൾ വരും, നീര് വരും, അവിടുന്ന് പൊട്ടി ഒലിക്കും. ഇതൊക്കെ നോർമലാണ് പ്രഗ്നൻസിക്ക്. വെള്ളപ്പോക്ക് കാരണം അടിഭാഗത്ത് ചൊറിച്ചിൽ വരും. അതൊക്കെ കൂട്ടാൻ പോണത് നിങ്ങളുടെ അടിഭാഗത്തെ വേർപ്പും നനവുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ബാത്റൂമിൽ പോയിട്ട് മൂത്രമൊഴിച്ച് വെള്ളം ഒഴിച്ച് കഴുകിക്കഴിഞ്ഞ് ഒരു തുണി വെച്ച് തുടച്ചിട്ട് വേണം നിങ്ങളുടെ പാൻറ്റീസോ അണ്ടർവെയറോ ഇടാൻ കോട്ടൺ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുക. അതേപോലെ ഒരു 7 മാസം കഴിഞ്ഞാൽ കുറേ പ്രഗ്നൻറ്റ് പേഷ്യൻ്റ് പൊക്കിളുടെ സൈഡിൽ എനിക്ക് വേദന എടുക്കണം, വയറുവേദന. എവിടെയാണെന്ന് ചോദിച്ചാൽ പൊക്കിളുടെ ചുറ്റുമാണ് വേദന. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊക്കിൾ പണ്ട് ചെറുതായിരുന്നു. വയറ് സ്ട്രെച്ച് ആകുമ്പോൾ അവിടുത്തെ മസിൽ സ്ട്രെച്ച് ആവുകയാണ്. ആ മസിൽ സ്ട്രെച്ച് ആകുമ്പോഴുള്ള വേദനയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ അതൊന്നും വലിയ കാര്യമല്ല. പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, അതിനുള്ള എക്സ്പ്ലനേഷൻ ഡോക്ടർ തരും. ധാരാളം വെള്ളം കുടിക്കണം. കാരണം എപ്പോഴും ഗർഭപാത്രവും മൂത്രസഞ്ചിയും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഗർഭപാത്രം വലുതാവും, മൂത്രസഞ്ചി അതേപോലെ ഉണ്ടാവും. ഈ ഗർഭപാത്രം പോയി ഇടയ്ക്കിടയ്ക്ക് മൂത്രസഞ്ചിയിൽ പോയി ഇങ്ങനെ കൊട്ടും. ഞാനിവിടെ ഉണ്ട്, ഞാൻ വലുതാവുന്നുണ്ട്, നീ ചെറുതാണ്. ഈ മൂത്രസഞ്ചിയിൽ ഇടയ്ക്കിടയ്ക്ക് പോയി കൊട്ടുമ്പോൾ ഇതിന് മൂത്രപ്പഴുപ്പ് വരും. പിന്നെ നിങ്ങൾ ഗർഭിണിയാവുമ്പോൾ, നിങ്ങൾ വയറ് വലുതാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി മൂത്രം ഒഴിക്കൂല. കാരണം നിങ്ങൾക്ക് മടിയായിരിക്കും, ചിലപ്പോൾ ബാത്റൂമിൽ പോകാൻ. ബാത്റൂം ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും. അപ്പോൾ വീണ്ടും മൂത്രം പിടിച്ചു വയ്ക്കുമ്പോൾ അതൊക്കെ മൂത്രപ്പഴുപ്പ് ഉണ്ടാക്കാനുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം. നന്നായി വെള്ളം കുടിക്കണം. 2 ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പോൾ ചില പേഷ്യൻസിന് മൂത്രപ്പഴുപ്പ് ഉണ്ടാകുമ്പോൾ മാഡം പറഞ്ഞു യൂറിൻ കൾച്ചർ ചെയ്യാൻ പറയണത് 5 ദിവസം കഴിഞ്ഞ് റിപ്പോർട്ട് വരേണ്ടത് നിങ്ങൾക്ക് അനാവശ്യമായിട്ട് ആൻറ്റിബയോട്ടിക്സ് തരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പൈനാപ്പിൾ, പപ്പായ കഴിക്കാൻ പാടില്ല. പിന്നെ ബാക്കിയെല്ലാം കഴിക്കാം. തൈറോയ്ഡ് ഉള്ള ആൾക്കാർ കോളിഫ്ലവർ, ക്യാബേജ് കുറയ്ക്കുക. കുങ്കുമപ്പൂ കഴിക്കാൻ പറ്റും. എത്ര കണ്ട് നല്ല കുങ്കുമപ്പൂ കിട്ടുന്നു ഇപ്പം നമുക്കറിയില്ല, പക്ഷെ കഴിക്കാൻ പറ്റും. കുട്ടി വെളുക്കുമായിരിക്കും, പറയാൻ പറ്റില്ല. എല്ലാ പ്രഗ്നൻറ്റ് പേഷ്യൻസും ഉച്ചയ്ക്ക് ഒരു 3/4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് എടുക്കുക. വീട്ടുജോലി ചെയ്തോളൂ, പക്ഷേ ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ ഒന്ന് റെസ്റ്റ് എടുക്കുക. കാരണം എപ്പോഴും നമ്മൾ ജോലി ചെയ്താൽ നമ്മൾ എപ്പോഴും വയറുവേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു 1/2 മണിക്കൂർ എല്ലാ അമ്മമാരും അവരെ മക്കളെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കുക. കോണി കയറാൻ പാടും. ഞാനൊരു പേഷ്യൻ്റ് ചോദിച്ചു, എനിക്ക് കോണി കയറാൻ പാടും. നിങ്ങളൊക്കെ 7 മാസം കഴിഞ്ഞുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് നോർമലായിട്ടുള്ള എല്ലാം ചെയ്യാം. കോണി കയറാൻ പാടും, അതൊക്കെ നോർമലാണ്. ജോലികൾ എങ്ങനെ ചെയ്യണം, എങ്ങനെ കിടക്കണം, എങ്ങനെ എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും യൂട്യൂബ് നോക്കി എക്സസൈസ് കാണുന്നുണ്ടെന്നറിയാം. അതൊക്കെ ചെയ്യാം. പക്ഷേ അത് ചെയ്യണത് 8-ാം മാസം 34 ആഴ്ച കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാൻ. ചില പേഷ്യൻസിന് മറുള്ള താഴെയായിരിക്കും.
പറഞ്ഞാൽ പ്ലാസൻ്റെ താഴ്ഭാഗത്തായിരിക്കും. അവർക്ക് ബ്ലീഡിങ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ റെസ്റ്റ് പറയും. അങ്ങനെയുള്ള പേഷ്യൻസ് ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് വരാം. ആ ബ്ലീഡിങ് കൊണ്ട് സാധാരണ രീതിയിൽ കുട്ടിക്കൊന്നും പറ്റൂല. പക്ഷേ ബ്ലീഡിങ് നന്നായി കൂടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പ്രസവം നിർത്തേണ്ടി വരും, എന്ന് പറഞ്ഞാൽ പ്രസവിപ്പിക്കേണ്ടി വരും. അത് പ്രസവിപ്പിക്കാൻ മറു താഴെ ഉണ്ടെങ്കിൽ പ്രസവിപ്പിക്കാൻ ആകെയുള്ളൊരു മാർഗ്ഗം ഓപ്പറേഷനാണ്. കാരണം ബ്ലീഡിങ് കൂടും. പിന്നെ അതേപോലെ നേരത്തെ വേദനകളും ഗർഭപാത്രം തുറന്നു വരുന്ന ആൾക്കാർക്ക് റെസ്റ്റ് വേണം. അവർക്ക് എക്സസൈസ് പറ്റൂല. ഇതൊക്കെ മാഡം പറഞ്ഞുകൊണ്ടാണ്. കുനിയുമ്പോൾ ഈ ചേച്ചി കുനിഞ്ഞ പോലെ ചെയ്യണം. എന്തെങ്കിലും എടുക്കുമ്പോൾ ഇതുപോലെ കുനിഞ്ഞാൽ നിങ്ങൾക്ക് ഊരവേദന വരും. ഒറ്റയടിക്ക് ഇങ്ങനെ കുനിഞ്ഞാൽ നിങ്ങളുടെ വയറ് വലുതായതുകൊണ്ട് നിങ്ങളുടെ ഊരേൻ്റെ സ്പൈൻ ഈ ഭാഗം വേദനിക്കും. അപ്പോൾ ഇരിക്കുക, കുനിഞ്ഞിട്ട് എന്ത് വെയിറ്റ് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. ഇനി ചില പേഷ്യൻസ് ഒരു 7 മാസമാകുമ്പോൾ നിങ്ങൾക്ക് ബ്രസ്റ്റിൽ നിന്ന് നിപ്പിളിൽ നിന്ന് ചെറുതായി നീരോ പാലിൻ്റെ സെക്രീഷൻസോ വരാം. അപ്പോൾ 7 മാസം ആവുമ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, 7ഓ അതിൻ്റെ മുന്നെയോ എപ്പോഴോ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് പറയണം. കാരണം അങ്ങനെ വരുമ്പോൾ അത് പ്രസവവേദന വരാനുള്ള അതേ ഹോർമോണാണ് ഓക്സിറ്റോസിൻ. നമ്മുടെ പാല് ഉണ്ടാവണ ഹോർമോണും ഓക്സിറ്റോസിനാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്ലൂക്കോസ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ വേദന വരുമ്പോൾ ഡോക്ടർ ഗ്ലൂക്കോസ് ഇട്ടു. ആ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ കുപ്പി ഗ്ലൂക്കോസ് ആയിട്ട് ഞങ്ങളൊരു മരുന്ന് ഇടുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഈ ഓക്സിറ്റോസിൻ. അപ്പോൾ ആ ഹോർമോൺ റിലീസ് ആവണതിൻ്റെ സൂചനയാണത്. അത് റിലീസായാൽ നിങ്ങൾക്ക് നേരത്തെ വേദന വരും. അത് വരാണ്ടിരിക്കാനുള്ള മരുന്നുകൾ മാഡം തരും. 8 മാസം കഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാ ഉമ്മമാരും അവരുടെ മക്കളുടെ ആദ്യത്തെ പ്രസവത്തിന് പ്രശ്നം ഉണ്ടാവുള്ളൂ. മുലക്കണ്ണ് ഉള്ളിലാണോ നോക്കണം. ഉള്ളിലാണെങ്കിൽ അത് മസാജ് ചെയ്ത് പുറത്തോട്ട് കൊണ്ടുവരണം. കാരണം നിങ്ങൾ പ്രസവിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടിക്ക് പാല് അപ്പം തന്നെ കൊടുക്കണം. നിങ്ങളുടെ മുലക്കണ്ണ് ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് പാല് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നേരത്തെ കണ്ട് അതിനനുസരിച്ച് മസാജ് ചെയ്ത് 8 കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അതിന് മുന്നേ ചെയ്താൽ നിങ്ങൾക്ക് വേദന വരും, എന്നാൽ പ്രസവവേദന വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കുട്ടിക്ക് കുഴപ്പമുണ്ടാവില്ല. യാത്രയൊക്കെ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. ഓട്ടോറിക്ഷ ചെയ്യാം, ബസ്സിൽ പോവാം, ജോലിക്ക് പോവാം. ബൈക്ക് യാത്രകൾ നമ്മുടെ റോഡ് വളരെ നല്ലതായതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. നല്ലതായ അവർക്ക് മനസ്സിലായി. ആർക്കൊക്കെ രക്തത്തിൻ്റെ ആവശ്യം? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പേഷ്യൻസിന് രക്തം കുറവായിരിക്കും. പിന്നെ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്, O നെഗറ്റീവ്, A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, AB പോസിറ്റീവ്. ആകെ ഒരു A പോസിറ്റീവ്, AB പോസിറ്റീവ്. ഈ ബ്ലഡ് ഗ്രൂപ്പുള്ള വ്യക്തികൾ കുറച്ച് ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുക, ഒരു ക്ലബിൽ പോയിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രക്തത്തിൻ്റെ ഒരാളെ കണ്ടെത്തണം. നിങ്ങളുടെ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് A നെഗറ്റീവ് ആണെങ്കിൽ A നെഗറ്റീവ് ഉള്ള ഒരാളെ കണ്ടെത്തി അവർക്ക് അസുഖങ്ങളൊന്നുമില്ല, ഈ പറഞ്ഞ വ്യക്തിക്ക് എനിക്ക് രക്തം തരാൻ കുഴപ്പമില്ല എന്ന് ഉറപ്പാക്കണം. ആ വ്യക്തിനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. എന്നിട്ട് അസുഖങ്ങളില്ല എന്ന് ഉറപ്പാക്കുക. ആ വ്യക്തി എപ്പോൾ നിങ്ങൾ വിളിച്ചാലും വരാൻ പറ്റണം. കാരണം ആർക്കാണ് ബ്ലീഡിങ് വരികയെന്നറിയില്ല. ടോട്ടലി നോർമലായ പേഷ്യൻസിന് പ്രസവം കഴിഞ്ഞ് ബ്ലീഡിങ് ഉണ്ടാവാം. ആ സമയത്ത് ഈ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാൻ ചിലപ്പോൾ റെയറായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ആ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഗീത മാഡം എഴുതിയിട്ടുണ്ടാവും കേസ് ഷീറ്റിൽ, അറേഞ്ച് ഡോണർ അല്ലെങ്കിൽ മാഡം എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ ആരും ചെയ്യുന്നില്ല, നിങ്ങളത് നിസ്സാരമായി കണക്കാക്കുകയാണ്. ഏതൊരു പേഷ്യൻസ് ചോദിച്ചു ഞാൻ, നിങ്ങളാളും രക്തത്തിൻ്റെ ആളെ കണ്ടുവച്ചോ? അവർ ചിരിക്കുക. അവർ കണ്ടിട്ടില്ല, അവരത് നിസ്സാരമായിട്ട് കണക്കാക്കുകയാണ്. ബ്ലീഡിങ് വന്നാൽ ആ സമയത്തൊന്നും ഓടാൻ പറ്റൂല. പ്രസവ വേദന 2 വാക്കുകൾ: ഫോൾസ് പെയിൻ, ട്രൂ പെയിൻ. ട്രൂ പെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കുള്ള പ്രസവ വേദന. ഫോൾസ് പെയിൻ നിങ്ങൾക്ക് ഈ മാഡം പറഞ്ഞ പോലെ ഇടുപ്പിൻ്റെ അവിടെയുള്ള വേദന, വയറിൽ ചെറിയൊരു വേദന. അതിന് കുറേ കാരണങ്ങളുണ്ടാവും. ഒന്ന് ഇടുപ്പിൻ്റെ വേദന, ഒന്ന് മൂത്രപ്പഴുപ്പ്. പക്ഷേ നിങ്ങൾക്ക് വേദന തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ വന്ന് കണ്ടോളൂ. ഡോക്ടർ കുറച്ച് നേരം നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ശരിക്കുള്ള വേദന അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലോട്ട് വിടും. അപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങൾ വേദന വരുമ്പോൾ ഞങ്ങളൊരു ഇഞ്ചക്ഷൻ തരും, അതേപോലെ ഒരു ഗുളിക തരും. ഈ ഗുളിക തരുമ്പോൾ ചില ആൾക്കാർക്ക് വേദന കുറഞ്ഞു കഴിഞ്ഞ് പിന്നെ ശരിക്കുള്ള പ്രസവ വേദന വരേണ്ട സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ വേദന വരില്ല. അപ്പോൾ നിങ്ങൾ പറയും, ആ ഡോക്ടർ അന്ന് വെച്ച ഗുളികയോ അന്ന് വെച്ച ഇഞ്ചക്ഷൻ കാരണം എനിക്ക് പ്രസവ വേദന വന്നില്ല. അതല്ല അതിൻ്റെ കാരണം. ഏത് വേദനയും ഗുളികയിൽ കുറയുന്നുണ്ടെങ്കിൽ അത് പ്രസവവേദന അല്ല. ഒരു വേദനയും പ്രസവവേദനയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മരുന്ന് തന്നാലും നിങ്ങളുടെ വേദന കുറയില്ല. നിങ്ങൾക്ക് വേദന അറിയണത് കുറയും, പക്ഷെ നിങ്ങൾ പ്രസവവേദന ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് ഫോൾസ് പെയിനും ട്രൂ പെയിനും. എന്താണ് ശരിക്കുള്ള പ്രസവവേദന? അപ്പോൾ നിങ്ങൾ 7-ാം മാസം അല്ല 8-ാം മാസം സ്കാൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ 9 തുടങ്ങുമ്പോഴുള്ള സ്കാൻ കഴിഞ്ഞിട്ട് ഡോക്ടർ ഉള്ളു പരിശോധിക്കുന്നുണ്ടാവും. എന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എത്ര കണ്ട് വികസനം, എത്ര കണ്ട് കുട്ടി ഇറങ്ങി വന്നു, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യണം എന്നൊക്കെ പറയാനാണ്. അപ്പോൾ നിങ്ങൾ ഉള്ളു പരിശോധിക്കുമ്പോൾ ചെറിയൊരു ചോരക്കര അന്ന് കാണും.
അത് പേടിക്കേണ്ട. ചോരക്കര മെൻസസ് പോലെ കൂടി വരുന്നുണ്ടെങ്കിൽ വരണം, വെള്ളം പോയാൽ വരണം. വിട്ടു വേദന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വയറ് 7 മാസം കഴിഞ്ഞാൽ ചെറുതായി മുറുകി വരും, അത് നോർമലാണ്. പക്ഷെ ആ മുറുകേണ്ട സമയത്ത് നിങ്ങൾക്ക് വേദന ഉണ്ടാവില്ല. ഒരു മുറുകൽ, ഞാൻ ഇങ്ങോട്ട് ചെരിഞ്ഞ് കിടന്നപ്പോൾ ഒരു പ്രാവശ്യം മുറുകി, അത് കഴിഞ്ഞ് നടന്നപ്പോൾ ഒന്ന് മുറുകി, അതൊന്നും പ്രസവവേദനയല്ല. ഒരു പ്രാവശ്യം മുറുകുന്നു, 10, 20, 30 സെക്കൻഡ് മുറുകിയിരിക്കുന്നു. ആ മുറുകണ സമയത്ത് നിങ്ങൾക്ക് വയറിനോ ഊരയ്ക്കോ വേദന എടുക്കുന്നു. 20, 30 സെക്കൻഡ് ആ മുറുകൽ കഴിഞ്ഞു, നിങ്ങളുടെ വേദനയും പോയി. ഒരു 5, 10 മിനിറ്റിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഇതേപോലെ മുറുകുന്നു, ഇതേപോലെ വേദന എടുക്കുന്നു, അതാണ് പ്രസവവേദന. അല്ലാണ്ട് ഇപ്പോൾ ഒരു വേദന, ഒരു മണിക്കൂർ കഴിഞ്ഞ് ചെരിഞ്ഞപ്പോൾ ഒരു വേദന, അതൊന്നും പ്രസവവേദന അല്ല. വെള്ളം പോയാൽ അപ്പം തന്നെ വരിക. പക്ഷെ ചില ആൾക്കാർക്ക് ആദ്യത്തെ പ്രസവമായതുകൊണ്ട് വെള്ളമാണോ മൂത്രമാണോ എന്നറിയില്ല. അപ്പോൾ അവർക്ക് അങ്ങോട്ട് തുണി നനഞ്ഞു, ഞാൻ എണീച്ചപ്പോൾ ചുമച്ചപ്പം തുണി നനഞ്ഞു. ചിലപ്പോൾ അത് മൂത്രമാവും, ചിലപ്പോൾ അത് വെള്ളമാവും. പക്ഷെ ഡോക്ടറെ വന്ന് കാണുക, ഡോക്ടർ അത് ഉള്ളു പരിശോധിക്കും, നിങ്ങൾക്ക് പാഡ് വെച്ച് തരും. പാഡിൽ അധികം നനവില്ലെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും അത് മൂത്രമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളപ്പൊക്ക് കൂടിയിട്ടും ഇതേ ബുദ്ധിമുട്ട് വരാം. അപ്പോൾ ലാസ്റ്റ് പരിശോധനയിൽ ഉള്ളു പരിശോധിക്കുമ്പോൾ എത്ര കണ്ട് കുഞ്ഞിൻ്റെ തല ഇറങ്ങി വന്നിട്ടുണ്ട് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു തരും. ഇങ്ങനെയാണ് നോർമലി ഒരാൾ പ്രസവിക്കുക. കുഞ്ഞ് നോർമലി കിടക്കുന്നത് തലഭാഗം താഴെ, ഊര മുകളിൽ, കൈ എങ്ങനെയെങ്കിലൊക്കെ. അപ്പോൾ പ്രസവിക്കുന്ന സമയത്ത് ഈ കുഞ്ഞിൻ്റെ തല താഴെ വന്ന് ഗർഭപാത്രത്തിലോട്ട് മുട്ടി, ഗർഭപാത്രം തുറക്കണ ഭാഗം സർവിക്സ്, ആ ഭാഗത്ത് മുട്ടി ഇങ്ങനെ വരുമ്പോഴാണ് ഇതിങ്ങനെ തുറന്നു വരിക. അതാണ് സംഭവം. അപ്പോൾ ഇതാണ് സർവിക്സ്, ഗർഭപാത്രം. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, എൻ്റെ സർവിക്സ് തുറന്നോ, സ്കാനിങ്ങിൽ എൻ്റെ ചോദിക്കാറുണ്ട്. സർവിക്സ് അപ്പോൾ ഞാൻ പറയും കുട്ടീൻ്റെ തല ഇറങ്ങിയിട്ടുണ്ട്. സർവിക്സിന് 2 ഭാഗമുണ്ട്. മുകളിലത്തെ വാതിൽ എന്ന് പറഞ്ഞാൽ കുട്ടി കാണുന്ന ആദ്യത്തെ വാതിൽ, താഴത്തെ വാതിൽ എന്ന് പറഞ്ഞാൽ വാതിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. 2 തുറക്കണ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ കുട്ടീൻ്റെ തല മുകളിലത്തെ വാതിലിൽ പോയി ഇങ്ങനെ മുട്ടുമ്പോൾ മുകളിലത്തെ വാതിൽ തുറക്കും, താഴത്തെ വാതിൽ കുറച്ചും കൂടി കഴിയുമ്പോൾ തുറക്കും. അങ്ങനെയാണ്. അപ്പോൾ പ്രസവിക്കണ സമയത്ത് ഇവിടെ പ്രസവിച്ച ആൾക്കാരറിയാം, സോഫിയ മാഡത്തിൻ്റെ ഓരോ സംസാരം, ഒരു വിരൽ തുറന്നു, 2 വിരൽ, 1 ഫിംഗർ, 2 ഫിംഗർ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം ഇവിടെ പ്രസവിച്ച ആൾക്കാർക്ക്. അപ്പോൾ പറയും, അപ്പോൾ മാഡം കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോൾ 1 ഫിംഗർ ആയിരുന്നു, ഈ പ്രാവശ്യം നോക്കിയപ്പോൾ 2 ഫിംഗർ ആയി, ഇനി 3 വിരൽ ആവും മെല്ലെ. അപ്പോൾ അതാണ് അതിൻ്റെ രീതി. അപ്പോൾ ചില പേഷ്യൻസ് മാഡം പറയും, കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോഴും ഒരു വിരലാണ്, ഈ പ്രാവശ്യം നോക്കിയപ്പോഴും ഒരു വിരലാണ്, അടുത്ത പ്രാവശ്യം ഒരു വിരലാണെങ്കിൽ പിന്നെ മുന്നോട്ട് പോകില്ല, നിങ്ങൾക്ക് ഓപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ അത് രീതികളുണ്ട്. ഈ സമയത്ത് നോക്കുമ്പോൾ ഒരു വിരലാണെങ്കിൽ അടുത്ത സമയത്ത് നോക്കുമ്പോൾ 2 3 പോകണം. അതിൻ്റെ ഒരു കണക്കുണ്ട് ഞങ്ങൾക്ക്. നിങ്ങൾക്കറിയാം ഇവിടെ പരമാവധി നോർമൽ ഡെലിവറിയാണ്, ഞങ്ങൾ പരമാവധി കാത്തു നിൽക്കും. പക്ഷേ ചില പേഷ്യൻസ് നമുക്ക് പറയാൻ പറ്റില്ല, ചില പേഷ്യൻസിന് ഓപ്പറേഷൻ ആവശ്യം വരാം. പക്ഷേ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇവിടെ പ്രസവിച്ച ആൾക്കാർക്ക് അറിയാം ഇവിടെ മിക്കതും നോർമലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വിരൽ 2 വിരൽ. അപ്പോൾ ഓരോ വ്യക്തികൾക്ക് ഇവിടെ കിടക്കുന്ന ബെഡിലത്തെ പേഷ്യൻറ്റിനെ പോലെ ആയിരിക്കില്ല അടുത്ത താത്ത. അപ്പോൾ ഇത് ആദ്യത്തേതായിരിക്കും, ഇത് 4ാമത്തെ ആയിരിക്കും. 4ാമത്തെ ആൾ പട്ടയാന്ന് പ്രസവിക്കും, ആദ്യത്തെ ആൾ ഇങ്ങനെ കിടക്കും. പുറത്തത്തെ ഉമ്മമാർക്ക് അറിയില്ലല്ലോ ഓള് 4ാമത്തെയാണത്. പുറത്തത്തെ ഉമ്മ ഓള് എത്ര കുറേ കഴിഞ്ഞിട്ടൊക്കെ കയറി, ഓള് വേഗം പ്രസവിച്ചു, എൻ്റെ പെണ്ണ് ഇതുവരെ ഒന്നും ആയിട്ടില്ല, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഓരോ വ്യക്തികൾ ഓരോ പോലെയാണ്. അടുത്ത പേഷ്യൻ്റ് ബെഡിലത്തെ പേഷ്യൻ്റ് പോലെയല്ല നിങ്ങളുടെ മകള്. ഓരോ വ്യക്തികൾ ഓരോ പോലെയാണ്, ഓരോ ഗർഭപാത്രം ഓരോ പോലെയാണ്. ഞാൻ ഏതൊരു പേഷ്യൻ്റ് നിന്ന് ചോദിച്ചു, നിങ്ങൾ 4 ദിവസം, എനിക്കറിയാം പേഷ്യൻ്റ് 4 ദിവസം നിങ്ങൾ കടന്നു. പക്ഷേ ആ പേഷ്യൻ്റ് പറഞ്ഞു, 4 ദിവസം ഞാൻ കടന്നത് ചെറിയ വേദന, ഒന്നും നടന്നില്ല, എന്നെ വീണ്ടും താഴേന്ന് മുകളിലോട്ട്, പഴയ ഹോസ്പിറ്റലായതുകൊണ്ട് താഴേന്ന് മുകളിലോട്ട് ഇങ്ങനെ കയറ്റി നടത്തി. കുറച്ച് ലാസ്റ്റ് ദിവസം 4ാമത്തെ ദിവസമാണ് അവർ ശരിക്കും വെള്ളം പോയപ്പോൾ വേദന വന്നത്. അപ്പോൾ ഞങ്ങൾ ആ പേഷ്യൻറ്റ് ചോദിക്കുന്നത്, വെള്ളം പോയപ്പോൾ നീ വേഗം പ്രസവിച്ചോ? വെള്ളം പോയപ്പോൾ ഞാൻ വേഗം പ്രസവിച്ചു, അതുവരെ എനിക്ക് ചെറിയ വേദന ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ കുറേ സമയം എടുത്തു. അപ്പോൾ ചില ആൾക്കാർക്ക് വെള്ളം പോയാലും കുറേ നേരം എടുക്കും കേട്ടോ. ഓരോ വ്യക്തികൾ ചിലപ്പോൾ 2 മണിക്കൂറിൽ പ്രസവിക്കും, ചിലപ്പോൾ 8 മണിക്കൂറിൽ, 10 മണിക്കൂറിൽ, 24 മണിക്കൂറിലും പ്രസവവേദന അനുഭവിച്ച ആൾക്കാരുണ്ടാവും. നിങ്ങളെ പേടിപ്പിക്കാൻ പറയല്ല, പക്ഷെ അതൊക്കെ നല്ലൊരു അനുഭവമാണ്. നിങ്ങൾ പ്രസവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ക്ഷീണമുണ്ടാവും, അതിനുള്ള ഗ്ലൂക്കോസ് തരും, നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മമാരുടെ കൂടെ ഇരുന്നാൽ നിങ്ങൾക്ക് അതിന് സപ്പോർട്ടും തരും കേട്ടോ. ഇവിടെ നല്ല വേദന വരുമ്പോഴേ നിങ്ങൾ പ്രസവ റൂമിലോട്ട് കയറ്റുള്ളൂ. അതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസ് ഉമ്മമാരുടെ കൂടെ ഇരിക്കാം, അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും കേട്ടോ. പിന്നെ അടുത്ത ബെഡിലത്തെ താത്ത കരയുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ കരയരുത്. ഓരോ പേഷ്യൻസിൻ്റെ ശക്തി വേദന അനുഭവിക്കുന്ന ശക്തി ഡിഫറെൻ്റ് ആയിരിക്കും. ആ താത്ത കരഞ്ഞു, ഞാനും ഒന്ന് കരഞ്ഞു നോക്കാം, അപ്പം സിസ്റ്റർ എൻ്റെ അടുത്ത് വരും. അതൊന്നുമില്ല കേട്ടോ. വേഗം പ്രസവിക്കും. ഓൾ കരഞ്ഞുകൊണ്ട് ചിലപ്പോൾ അവൾ വേഗം പ്രസവിച്ചത്, ഞാൻ കരയാത്തതുകൊണ്ട് ഞാൻ മെല്ലെ അതൊന്നുമല്ല. ഓൾക്ക് കരയാൻ തോന്നുമ്പോൾ ഓൾ കരഞ്ഞോട്ടെ. എനിക്ക് കരയാൻ തോന്നുന്നത് ഞാൻ കരയാം, എനിക്ക് തെറി വിളിക്കാൻ തോന്നുകയാണെങ്കിൽ ഞാൻ തെറി വിളിക്കും വേദന വരുമ്പോൾ. അതൊക്കെ അടുത്ത ആൾ ചെയ്യണ അനുസരിച്ച് ചെയ്യരുത്.
അവിടെ ഒരു ബഹളമാക്കരുത്. നിങ്ങൾക്ക് ഒച്ചയെടുക്കാം. വേദന നല്ല വേദനയാണ്, ഒരു ആണുങ്ങൾക്കും പറയാൻ മനസ്സിലാവാത്ത വേദനയായിരിക്കും. അത്രയും നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒച്ചയെടുക്കണമെങ്കിൽ ഒച്ചയെടുക്കാം, നിങ്ങൾക്ക് ഷൗട്ട് ചെയ്യണമെങ്കിൽ ഷൗട്ട് ചെയ്യാം. പക്ഷേ മിടുപ്പ് നോക്കണ സമയത്ത് നിങ്ങൾ ഒച്ചയെടുത്താൽ ഞങ്ങൾക്ക് മിടുപ്പ് കേൾക്കാൻ പറ്റില്ല. ആ സമയത്ത് മിണ്ടാണ്ടിരിക്കുക. പിന്നെ എപ്പോഴും ഒച്ചയെടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ഇവിടെ കാണുന്നത്, നിങ്ങൾക്ക് ഗ്ലൂക്കോസ് ഇട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ എപ്പോൾ നോക്കിയാൽ 5-6 പേഷ്യൻസ് ഉണ്ടാവും, എപ്പോൾ നോക്കിയാലും കരഞ്ഞുകൊണ്ടിരിക്കുക. വേദന പോയാലും കരച്ചിൽ, ഉള്ളപ്പോഴും കരച്ചിൽ, ഉള്ളപ്പോഴും ചീത്ത, അതൊക്കെ ആണെങ്കിൽ സിസ്റ്റർമാർ എന്ത് ചെയ്യും? നിങ്ങളുടെ ഗ്ലൂക്കോസ് ഓഫാക്കും. കാരണം നിങ്ങൾക്ക് എപ്പോഴും വേദനയാണ് സംഭവം. അപ്പോൾ നിങ്ങൾ അത് ചെയ്യരുത്. വേദന ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല, 20, 30, 40 സെക്കൻഡ് മുകളിൽ വേദന വരില്ല. 40 സെക്കൻഡ് കഴിഞ്ഞ് നിങ്ങളുടെ വേദന കുറഞ്ഞ സമയത്ത് കടന്ന് പ്രാർത്ഥിച്ച് കിടക്കുക. ഇപ്പം നമ്മുടെ ലേബർ റൂമിൽ പാട്ടുണ്ട്, വേണമെങ്കിൽ ആസ്വദിച്ച് കിടക്കാം കേട്ടോ. പക്ഷേ നിങ്ങൾ ആ സമയത്ത് മിണ്ടാണ്ടിരുന്നാൽ നിങ്ങൾക്ക് അടുത്ത വേദനയ്ക്ക് ശക്തി ഉണ്ടാവും. അവസാനം നിങ്ങൾക്ക് മുക്കാൻ ശക്തി ഉണ്ടാവും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾ എപ്പോഴും കരഞ്ഞാൽ നിങ്ങൾ തന്നെ ക്ഷീണിക്കും. അവസാനം മുക്കാൻ നിങ്ങൾക്ക് ശക്തി ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അധികം എക്സേർട്ട് ചെയ്യരുത്. നന്നായി വെള്ളം കുടിക്കുക. ഛർദ്ദിക്കുമായിരിക്കും. നിങ്ങൾ കഞ്ഞി കുടിച്ചാൽ നിങ്ങൾ ഛർദ്ദിക്കും. അതുകൊണ്ട് പേഷ്യൻ്റ് പറയും, ഞാൻ ഛർദ്ദിക്കും, എനിക്ക് വേണ്ട. പക്ഷെ കുടിച്ചോളും. നിങ്ങൾ കുടിക്കുമ്പോൾ നിങ്ങളുടെ ഗർഭപാത്രം കുറച്ചും കൂടി സ്ട്രെങ്ത് കിട്ടും, നിങ്ങൾക്കും സ്ട്രെങ്ത് കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കുക.